ഹായ്, അപ്പൊ എല്ലാവർക്കും ടീച്ചർ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നലെ ദുർഗുട്ടിയുടെ പിറന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ കണ്ടുവല്ലോ. അപ്പൊ അത് എല്ലാം ദൈവത്തിന്റെ ഗ്രൗണ്ടിലെല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. എല്ലാവരും വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞു. എല്ലാം നല്ല രീതിയിൽ എല്ലാവരും പറഞ്ഞു, നന്നായെന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ദുർഗുട്ടി. അപ്പൊ നമ്മളിന്നെല്ലാം നിങ്ങൾ കൂടി കാണിച്ചു തരാനായിട്ട് എന്തൊക്കെ കിട്ടിയുള്ളത്, ആർക്കും എന്തൊക്കെ തന്നിട്ടുണ്ട് കാണിച്ചു. അപ്പൊ ദർശനം എടുക്കാൻ വേണ്ടിട്ടാ. അപ്പൊ നമുക്ക് വന്നിട്ട് എന്താണ് ഇതാണെന്ന് കാണാം. ഇതാണ് ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ല ദുർഗുട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കട്ടെ, പൊട്ടിക്കാം. ഇവിടെ വന്നിരിക്കും. ഞാൻ പൊളിക്കട്ടെ, അവരെന്നെ പൊളിക്കട്ടെ. അടിപൊളി ഉണ്ടിട്ടാ, നല്ലൊരു പെൺകുട്ടി. തൊപ്പിയൊക്കെ ഉണ്ടിട്ടാ ബാക്കില്. ഹായ്, ദുർഗക്കുട്ടിക്ക് ഇഷ്ടായി. അയ്യോ അയ്യോ ദുർഗക്കുട്ടിക്ക് ഇഷ്ടായാ? കൊടുത്തടാ, ഉള്ളിൽ കൊടുത്തേ. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ. ഓ, ഉറക്കണേ. ഭയങ്കര സൈലൻസ് ആണ്. അമ്മോ, പിന്നെ ഉറങ്ങിയ അയ്യോ, ഭയങ്കര ഇഷ്ടായിട്ടാ. ഭയങ്കര ഇഷ്ടായിട്ടാ. നമുക്ക് അടുത്തെടുക്കാം അല്ലേ? കുട്ടിക്ക് ഒരു ഉടുപ്പ്. ഹായ്, അടിപൊളി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉടുപ്പ്. അമ്മ വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇത് അമ്മ എടുത്തോട്ടെ. നന്നായിണ്ട്. അതെ, ഒരു കുഞ്ഞ് പാൻറ്റീസ്. അടുത്തത് ഇത് അത് ധ്രുവക്കൂട്ടനാണ് കിട്ടിയിട്ടുള്ളത്. അവളുടെ ബർത്ത്ഡേക്ക് നിനക്ക് ഗിഫ്റ്റ് ഒരു ബനിയാനും ട്രൗസറും അല്ലേ? ഓക്കെ. അടുത്തെന്താ? ആഹാ, അതും ധ്രുവക്കൂട്ടനാണോ? അപ്പൊ സത്യത്തില് പിറന്നാൾ ആരുടെ ആയിരുന്നു? ആ, അതിന് മാച്ച് ആയിട്ടുള്ള ഇപ്പത്തെ ട്രെൻഡ്. അടിപൊളിയുണ്ട്. പാവയുടെ അടുത്ത് തന്നെയല്ലേ? പാവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ആദ്യമായിട്ട് എങ്ങനെ ഒരു ഇത് കാണിക്കുന്നതാണ്. എന്തേലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെയാണ്. ഉണ്ണിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ? അമ്മോ, അടുത്തെടുക്ക്.
അപ്പൊ അടുത്തത് എടുക്കാനേട്ടാ. ആയി ഒരു ക്യൂട്ട് യെല്ലോ കളർ ഡ്രസ്. ആഹാ അടിപൊളി. നല്ല കളർ. അമ്മുക്കുട്ടി ദേ അമ്മുക്കുട്ടിക്ക് ഡ്രസ്. അധികം വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സൂപ്പർ. ആ നോക്കുമ്മ നോക്കിയ നോക്കുമ്മ ദേ വേറെ ധ്രുവക്കൂട്ടൻ ചോദിക്കാണ് ഇന്ന് ദുർഗയുടെ പിറന്നാളായിരുന്നു അത് എൻ്റെ ആണെന്നില്ലേ. പക്ഷെ രണ്ടുപേരെ പിറന്നാള് ആയപോലെ ആയില്ലേ രണ്ടുപേർക്കും. നോക്കുമ്മ അടുത്തെടുക്കാം. ആയ് അടിപൊളി. അയ്യോ പാവേനെ ചവിട്ടിട്ട് ഇപ്പൊ വീണേനെ. ആ അടിപൊളി. ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ. ഓക്കെ ഓരോന്നോരോന്ന് എടുക്ക് പന്ന നല്ലേ കാണുള്ളൂ. ആഹാ നല്ല രസമുണ്ട്. അത് പൊട്ടിക്കാത്താണല്ലോ. അപ്പൊ അങ്ങനെ അടുത്തത് പൊട്ടിക്കുകയാണ്. ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്. അത് എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. ദുഗമ്മ ദേ അമ്മ പൊട്ടിക്കണ നോക്കിയേ. അമ്മ പൊട്ടിക്കണ എന്താ നോക്കിയേ. ഓക്കെ ആ ഇപ്രാവശ്യം കൊറേ എല്ലോ ഉണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളറുകളാട്ടാ. എല്ലാം വേറെ വേറെ എല്ലോ അല്ലേ. ആഹാ അടിപൊളി. ഇനി എന്തുട്ടാ ആ ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണല്ലോ. ലെഗിൻസ് നോക്കുമ്പോ വീഴും വീഴും. ആ കുഞ്ഞുകുട്ടികൾക്ക് ലെഗിൻസ് വന്നു തുടങ്ങി. ആ അമ്മുക്കുട്ടി ദുഗുമ്മന് പറ്റിയ കളറുകളാണ് എടുത്തിട്ടുള്ളത് എല്ലാരും. വയസ്സ് കുറേ വണ്ണം കുറവുണ്ടെന്നുള്ളൂ. വയസ്സ് കുറേ ആഹാ നല്ല ഭംഗിയുണ്ട്. ഒരു കൂട്ടം ഓരോന്നും എടുക്കടാ നല്ല നോക്കി പറയാൻ പറ്റുള്ളൂ. വലിപ്പുണ്ടല്ലേ കുറച്ച് വലിപ്പുണ്ട്. ഇത്തിരി കൂടി വലിയ ആ അടിപൊളിയുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആ ഒക്കെ സിമ്പിളാണ് പക്ഷെ രസമുണ്ട് അല്ലേ. അതേ മോഡല് അല്ലേ. ഇതിപ്പത്തെ ട്രെൻഡാന്ന് തോന്നുന്നു അല്ലേ. നന്നായിണ്ട് നന്നായിണ്ട്. അമ്മുക്കുട്ടി നോക്കിയേ. അമ്മ എവിടെയാ. ഇനിയിപ്പോ ഒരെണ്ണോടി ഉണ്ട് അല്ലേ. ആ ഹായ് ഒരു വർക്കുള്ള ഡ്രസ്സ്. ആ ആ വലിപ്പുണ്ട്. ഇത്തിരി വലിയ കുട്ടി വേണം എന്നാലേ ഇടാൻ പറ്റുള്ളൂ. നിനക്കിടായിരുന്നു എന്നല്ലേ ഉദ്ദേശിക്കണേ. അങ്ങനെ നീ ഇടണ്ട. പൊന്നൂസേ എന്താ കാണിക്കണേ. ലെഗിൻസ് എടുത്തിട്ടാണോ മോഹൻ തുടക്കണേ. അമ്മു ഇഷ്ടായി അമ്മുന്. ആ അവള് മുഖത്ത് വയ്ക്കല്ലേ. ആ
ആ അമ്മേ ആ പൊട്ടിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ ആ അൻവിക ആ നൈബേഴ്സ് ആണ് കേട്ടോ അനന്യ ആൻഡ് അൻവിക ഓക്കെ നമ്മുടെ നൈബേഴ്സ് ആണ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് അതാണ് ഉണ്ണിയോള് നല്ല കമ്പനിയാണ് അപ്പൊ അവരുടെ ഗിഫ്റ്റാണ് പൊട്ടിക്കണേ അമ്മുക്കുട്ടി നോക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അത് മേക്കപ്പ് സെറ്റ് അല്ലടാ അതെ മേക്കപ്പ് സെറ്റ് ആഹാ അതിന് ഇവര് ഈ ഷോർട്സ് ഒക്കെ ഇരുന്ന് കാണല്ലേ നല്ല അറിവാ അമ്മു ഇഷ്ടായ നോക്കിയ അമ്മു നോക്കിയേ ആയി എന്നിട്ട് അവളുടെ മുഖത്ത് ചൊറിയണ്ട ഇഷ്ടായ അമ്മുവിന് ഇഷ്ടായ ആ അവൾക്കെല്ലാം പാവക്കുട്ടീനാണ് ഇഷ്ടല്ലേ കൂടുതലും പിള്ളേരല്ലേ അവർക്ക് എന്താ പറയാ കളിപ്പാട്ടത്തിനോട് ഒരു ഇത് തോന്നൂലോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ നമ്മളൊക്കെ പൂരം വന്നാണ്ടല്ലോ കൊറേ പറഞ്ഞു കഴിയുമ്പോ മറ്റേ പൊട്ടാസ് വെച്ച് പൊട്ടിക്കണ ഒരു തോക്ക് വാങ്ങി തരും അതായിരുന്നു ഒരു കാവടി വരാൻ വേണ്ടി കാത്തിരിക്കും നമുക്കൊക്കെ എന്ത് ബർത്ത്ഡേ കുഞ്ഞച്ചേർപ്പ് ആ സ്പ്രേ ആ മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടിയാണത് മോഡേൺ ഹായ് ലിപ്സ്റ്റിക് ആ കുട്ടിയുള്ള ചാനലല്ലേ അമ്മോ ഇഷ്ടായ അമ്മോ അവൾക്ക് അതൊക്കെ അറിയില്ലേ അമ്മോ അതെന്ത് ചെയ്യണതാ അത് നെറ്റിയിൽ തേക്കണതല്ല ചുണ്ടത്തെ തേക്കണതാ ആ ചുണ്ടത്ത് തേക്കണതാണ് മോളെ ആ ചുണ്ടത്ത് തേക്കണതാ ഇതേ ബാഗ് കുഞ്ഞ ബാഗ് കണ്ട ചേച്ചിയുടെ കയ്യിലിട്ടോണു ദേ കണ്ട ബാഗ് ഇട്ടിട്ട് അമ്മോ ആ അതെ ധ്രുവക്കുട്ടൻ ആ കുട്ടിയുള്ള ചാനൽ കണ്ടിട്ട് എല്ലാം അറിയാലേ ആ പെൺകുട്ടിയുടെ ചാനൽ വരുന്നിട്ടാ ആ കുട്ടി പാലക്കാടുള്ള കുട്ടി ടിയ ടിയയുടെ ചാനല് ഒരുപാട് കാണാറുണ്ട് ധ്രുവക്കുട്ടൻ അത് കണ്ട കാരണം തോന്നുന്നു ഇങ്ങനത്തെ പണികളൊക്കെ അറിയാം അല്ലേ അമ്പോ അതൊക്കെ ഫിറ്റ് ചെയ്തോ അമ്മക്കുട്ടിക്ക് ഇഷ്ടായ മേക്കപ്പ് ചെയ്ത് ഇഷ്ടായ ഇനി ചേച്ചിമാരെ കൂടെ പോയി കളിച്ചോളോട്ടാ ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്തത് മേക്കപ്പ് ഹായ് ഇഷ്ടായ ബ്രഷില്ലേ അപ്പോൾ ഗിഫ്റ്റുകളെല്ലാം ഓപ്പണാക്കി ധ്രുവക്കുട്ടിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ധ്രുവക്കുട്ടിയുടെ പിറന്നാൾ നല്ല രീതിയിൽ വന്ന് സഹകരിച്ച് എല്ലാം അടിപൊളിയാക്കി എല്ലാവരും ഒരുപാട് നന്ദി അല്ലേ. അപ്പം എന്തായാലും ഇനി ദച്ചുൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ആഘോഷങ്ങളൊക്കെ കുറവായിരുന്നു, അതും വരുന്നുണ്ട് അല്ലേ.
വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അതുപോലെ ധ്രുവകൂട്ടൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. അടുത്ത മാസം ദച്ചുവിൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. നമുക്ക് കുറേ നാളുകളായിട്ട് ആഘോഷിക്കാൻ പറ്റാറില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത മാസം നമുക്ക് പറ്റുമോ നോക്കാം. ഒന്നും പറ്റിയില്ല, ഒരു കേക്ക് എങ്ങനെ വാങ്ങി മുറിക്കാം. അമ്മയുടെ വക സപ്പോർട്ട് അതൊക്കെ ആഘോഷിക്കാന്ന്. ആ ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ ഇഷ്ടായില്ലേ? അവർക്ക് പറ്റിയ സാധനങ്ങളല്ല. ഓക്കെ അവർക്ക് ഓക്കെയാണ്. പക്ഷെ കളിക്കണത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതല്ലേ, അതാണ് രണ്ടാളും വരുന്നത്. അമ്മോ ഏറ്റവും കൂടുതൽ ബോണസ് അടിച്ചു തരാന്നറിയിപ്പോ ധ്രുവകൂട്ടൻ മുമ്പ് പറഞ്ഞത് ഭയങ്കര രസമായിട്ടാ. അല്ല സത്യത്തിൽ ആരുടെ പിറന്നാളാ, എന്റെയാണോ അത് അവളുടെയാണോ എന്നില്ലേ? എന്നാലും നിനക്ക് സങ്കടാവണ്ടെന്ന് വെച്ചിട്ടാണ്. പൊന്നുവിൻ്റെ പിറന്നാളൊക്കെ എല്ലാ പിറന്നാളും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അവനത് ഓർമ്മയില്ല. എല്ലാവരും വിളിച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ധ്രുവകുട്ടിയുടെ മാതിരിയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നോക്കാം. നമ്മൾ അത്രേ ഉള്ളൂ. ഗിഫ്റ്റ് എന്തിട്ടാ? ദച്ചു എന്തോ ഒരു കാര്യം പറയണമെന്നുണ്ട് പോയിട്ടുണ്ട്. ധ്രുവകുട്ടിന് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പൊ ഇനി രണ്ടുപേരും കൂടി ഇരുന്ന് കളിച്ചോട്ടാ. ഇതാണ് കേട്ടാ ദുർഗയുടെ ബർത്ത്ഡേ ഡ്രസ് ആയിരുന്നത്. വ്ളോഗില് കണ്ടിണ്ടാവും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ അനിയത്തി കുട്ടി. അപ്പോ ആ വ്ളോഗില് സുന്ദരി കുട്ടിയായിട്ട് ദുർഗക്കുട്ടി നിൽക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. അത് ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ അവൾക്ക്. അതില് അവള് സമ്മതിക്കില്ല. അത് എല്ലാരും പോയ ശേഷാണ്. ഊരി വയ്ക്കാൻ പറഞ്ഞതില്ലേ? എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഒരുപാട് നന്ദി. കാരണം ഇത് കളർഫുള്ളാവാൻ കാരണം അവളാണ്. അപ്പോൾ അവരുടെ ഫാമിലി അവരിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നേനെ. നാട്ടിലില്ല, അതുകൊണ്ടാണ് വരാണ്ടിരുന്നത്. അല്ലെങ്കിൽ മുന്നിൽ തന്നെ ഉണ്ടായേനെ. പക്ഷെ വരാൻ പറ്റിയില്ല, അവിടെയാണ്. ഇനിയിപ്പോൾ നാട്ടിൽ വരുമ്പോൾ എന്തായാലും വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യൂട്ടോ എന്തായാലും. കാരണം നമ്മൾ ചിലവരൊക്കെ പറയും നമ്മുടെ സ്വന്തം അമ്മയുടെ വയറ്റിൽ പിറക്കണം എന്നില്ല ഒരു അനിയത്തി ആയിട്ട് കിട്ടണമെന്നൊക്കെ. അങ്ങനെ എനിക്ക് കിട്ടിയുള്ള ഒരു അനിയത്തി കുട്ടിയാണ് കേട്ടോ അവള്. ഒരുപാട് അവരിതേ അയ്യോ ധ്രുവകുട്ടന് ദേഷ്യം വന്ന് തുടങ്ങി. ധ്രുവകുട്ടൻ അച്ഛമ്മേനെ പപ്പടാക്കുന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്തുണ്ടേ? അതെ എടാ നിനക്ക് ഇത്രയും നല്ലൊരു ഉണ്ണി ഉണ്ടായിട്ട് നീ ദുർഗ ചില സമയത്ത് ഭയങ്കര ടെററാണ് അല്ലേ ദുർഗ കുട്ടി? അതിനെ പഴയതുപോലെ ഒന്നല്ല ഇപ്പത്തെ കുട്ടികളൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. നമ്മൾ വിചാരിക്കണേന അക്രമാണ്. അപ്പൊ ഓ ദുഃഖുകുട്ടി അപ്പോ നമ്മുടെ DJ ഫാമിലികളിലെ എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടാ. എന്താ പറയാ, ഇനി പൂർവാധികം ശക്തിയോടെ അല്ലേ എല്ലാവരും പഴയതുപോലെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ദുർഗുട്ടി ബൈ പറഞ്ഞേ, ബൈ പറഞ്ഞേ, ബൈ. ഉമ്മ അപ്പൊ ഓക്കെ.